തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ലാബിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ 9ഓളം വരുന്ന വനിതാ ജീവനക്കാർ അവർ സ്വകാര്യമായി ഭക്ഷണം കഴിക്കുകയും വസ്ത്രങ്ങൾ മാറുകയും അവർ വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന വിശ്രമ കേന്ദ്രം ആ റൂമിൽ അവിടുത്തെ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ജീവനക്കാരൻ പെൻ ക്യാമറ വെച്ച് അവരുടെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുകയും വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ള തരത്തിലൊരു പരാതി RCC ഡയറക്ടർക്ക് ഈ 9 ജീവനക്കാർ 3 മാസങ്ങൾക്ക് മുമ്പ് നൽകിയിരുന്നു എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. ആ പരാതിയെ സംബന്ധിച്ച് കൃത്യമായി നടപടി സ്വീകരിക്കാൻ RCCയുടെ ഡയറക്ടർ തയ്യാറായില്ല. 3 മാസക്കാലവും ആ പരാതി പൂഴ്ത്തിവെച്ച് ഈ പ്രതിസ്ഥാനത്തിരിക്കുന്ന ജീവനക്കാരനെ സഹായിക്കുന്ന ഒരു നടപടിയാണ് RCC ഡയറക്ടർ ചെയ്തിട്ടുള്ളത്. അതുമാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിൽ സ്ത്രീകൾ ഈ തരത്തിൽ ആക്രമിക്കപ്പെടുന്നെങ്കിൽ, അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കപ്പെടുകയാണ്, അത്തരത്തിലുള്ള പരാതി ലഭിച്ചാൽ അത് പോലീസിന് കൈമാറിക്കൊണ്ട് അത്തരത്തിലുള്ള കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടത് ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എന്ന് മാത്രവുമല്ല, ആ ജീവനക്കാരനെ തലോടുന്ന തരത്തിലാണ് പിന്നീട് അവർ കംപ്ലയിൻറ്റ് അതോറിറ്റി കമ്മിറ്റിക്ക് പരാതി നൽകിയതിന് ശേഷം മാത്രം ഒരു ചെറിയൊരു നടപടി എന്ന് തോന്നുന്ന തരത്തിൽ അദ്ദേഹം ലാബിൽ ജോലി ചെയ്യുന്ന ആളിനെ ക്യാഷ്യറായിട്ട് മാറ്റി കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു ജോലി കൊടുക്കുകയാണ് RCC ഡയറക്ടർ ചെയ്തത്. ഇതിലൂടെ പ്രതിയുടെ ഭാഗത്താണ്, ഇരയുടെ ഭാഗത്തല്ല, പ്രതിയുടെ ഭാഗത്താണ് RCC ഡയറക്ടർ നിന്നത്, പ്രവർത്തിച്ചത്. പ്രതിക്ക് വേണ്ടിയാണ് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത്. അപ്പോൾ ഈ RCC ഡയറക്ടർ ഈ സ്ഥാനത്ത് തുടരാൻ ഒട്ടും തന്നെ അർഹയല്ല എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യം. അതോടൊപ്പം പറയുവാനുള്ളത്, RCC ഡയറക്ടറുടെ കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങളായി. ആ കാലാവധി കഴിഞ്ഞിട്ടും ഗവൺമെൻറ് അവരെ വീണ്ടും തുടരാൻ, പുതിയ ഡയറക്ടർ വരുന്നത് വരെ തുടരാൻ വേണ്ടിയുള്ള ഒരു അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ അർഹതയില്ലാത്ത ഒരാളിനെ ആ RCCയുടെ ഡയറക്ടർ സ്ഥാനത്ത് തുടരാൻ ഗവൺമെൻറ് അനുവദിക്കുന്നതും ഗുരുതരമായ ഒരു തെറ്റാണ്. അതുപോലെ തന്നെ പ്രൊഫസർ മാത്രം ഡയറക്ടർ ആവേണ്ട സ്ഥാനത്താണ് പ്രൊഫസർ അല്ലാത്ത ഒരാളിനെ അസിസ്റ്റൻറ്റ് പ്രൊഫസറെ ഡയറക്ടറാക്കുക എന്നുള്ള തെറ്റായ ഒരു നടപടി, നിയമവിരുദ്ധമായ ഒരു നടപടിയും ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ആശുപത്രി RCCയിലെ ഡയറക്ടർ വളരെ ഗുരുതരമായ വീഴ്ചയും കുറ്റവുമാണ് ചെയ്തിട്ടുള്ളത്. വളരെ ക്രിമിനൽ കുറ്റം നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും ആ പരാതി പോലീസിന് കൈമാറാതെ പ്രതിയെ രക്ഷിച്ച RCCയുടെ ഡയറക്ടറെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണം എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. മാത്രവുമല്ല, ഈ ജീവനക്കാർക്ക് ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ല. അവർ എന്നും അവരെ ഇത്രയും ഹരാസ് ചെയ്ത ജീവനക്കാരൻ്റെ ഒപ്പം തന്നെ ജോലി ചെയ്യേണ്ട ഒരു ദുഃഖകരമായ അവസ്ഥയുണ്ട്. അപ്പോൾ ഈ കുറ്റക്കാർക്കെതിരെ പോലീസിൽ പരാതി കൈമാറി കർശനമായ നിയമ നടപടിയെടുക്കണം. അതുപോലെ തന്നെ DGPക്ക് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ആ DGPയുടെ പരാതി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ സംബന്ധിച്ച് ആ പരാതിയിന്മേൽ ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിനെ സംബന്ധിച്ചാണെങ്കിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് ഞാൻ പരാതി നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു പരാതി മറച്ചു വെച്ചുകൊണ്ട് പ്രതിയെ സഹായിച്ച RCC ഡയറക്ടർക്കെതിരെ കേസെടുത്തുകൊണ്ട് ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കണം. ആ കുറ്റക്കാരനായ ആ ജീവനക്കാരനെതിരെയും FIR ഇടുവാൻ പോലീസ് തയ്യാറാവണം. പാവപ്പെട്ട സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കണം. സാധാരണ നിലയ്ക്ക് ആരോഗ്യമന്ത്രി എപ്പോഴും പറയുന്നതാണ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഞങ്ങൾ ഉറപ്പാക്കും. അപ്പോൾ ആരോഗ്യ വകുപ്പിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് ആരോഗ്യമന്ത്രി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല, ഇതിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി എനിക്കതിൽ റിപ്ലൈ കിട്ടിയിട്ടുള്ളത് അത് ആരോഗ്യ വകുപ്പിലേക്ക് പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ടെന്നാണ്. എത്രയും പെട്ടെന്ന് RCC ഡയറക്ടറെയും തലസ്ഥാനത്ത് നിന്ന് മാറ്റി ഈ ജീവനക്കാരനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിയമപരമായ ക്രിമിനൽ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.